വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. റൻഷി ഇഷ്ടം തുറന്നു പറഞ്ഞ് ശിവാഞ്ചിയെ കിസ് ചെയ്യുന്നതാണ് ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. റൻഷി തന്നെ ഓവർടേക്ക് ചെയ്ത് ശിവാഞ്ചിയുടെ ഇഷ്ടം പിടിച്ചു പറ്റിയെന്ന് മനസ്സിലായ ലൂഷിയൻ അവിടെ നിന്ന് പോയി കുറേ മദ്യപിക്കുന്നുണ്ട്. ബോധം പോയ അവനെ ജുൻജയും ഷിയാനും കൂടിയാണ് തിരിച്ച് വീട്ടിലെത്തിച്ചത്. അബോധാവസ്ഥയിലും അവൻ ശിവാഞ്ചിയുടെ പേര് പറയുന്നത് കേട്ടപ്പോൾ ആ റൻഷി കാരണമാണ് ഇവൻ ഇത്ര വിഷമിക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞ് ജുൻജയെ ദേഷ്യം പിടിക്കുന്നു. റൻഷിയെ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ ശിവാജിയോട് വളരെ നല്ല രീതിയിലാണ് പെരുമാറുന്നതെന്ന് പറഞ്ഞ് ഷിയാൻ റൻഷിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. ജുൻജ അവളുടെ പിണക്കത്തിൻ്റെ കാരണം തിരക്കിയപ്പോൾ പക്ഷേ സംസാരിക്കാൻ താല്പര്യമില്ലാത്ത പോലെ അവൾ പുറത്തേക്ക് പോകുന്നു. ശിവാഞ്ചിക്ക് അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോഴും റൻഷി ഇഷ്ടമാണ് എന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ശരിക്കും ഇപ്പോൾ പ്രണയത്തിലാണോ എന്നൊക്കെ പറഞ്ഞ് അവൾ വളരെ ത്രില്ലടിച്ചാണ് അന്ന് ഉറങ്ങിയത്. റൻഷി അടുത്ത ദിവസം നേരത്തെ തന്നെ എഴുന്നേറ്റ് ഡേറ്റിംഗ് ചെയ്യാനുള്ള ടിപ്സൊക്കെ നെറ്റിൽ തിരഞ്ഞ് ഡയറിയിൽ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോഴാണ് നിന്റെ ഒരാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ പോവുകയാണ്, നിനക്ക് നല്ല മാറ്റമുണ്ട്, ആളുകളുമായി ഇടപെടുന്നത് ശിവാഞ്ചിക്കൊപ്പം പ്രാക്ടീസ് ചെയ്താൽ മതിയെന്ന് ലൂഷിയാൻ്റെ മെസ്സേജ് അവൻ വന്നത്. റൻഷി കുറെ കഴിഞ്ഞ് ശിവാഞ്ചിയുടെ മുറിയിലേക്ക് ചെന്നപ്പോഴും അവൾ നല്ല ഉറക്കത്തിലാണ്. അവൻ അവളുടെ പുതപ്പ് പിടിച്ച് നേരിട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവൾ ഉണരുന്നുണ്ട്. പക്ഷേ മുറിയിൽ നിൽക്കുന്ന റൻഷി കണ്ടപ്പോൾ സ്വപ്നം കാണുകയാണ് എന്നാണ് അവൾക്ക് തോന്നിയത്. സ്വപ്നത്തിൽ എന്ത് ചെയ്താലും കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ കവിൾ പിടിച്ച് വലിച്ചിട്ട് നീ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കാണാനാണ് ഭംഗി എന്ന് പറയുന്നുണ്ട്. റൻഷിക്ക് കവിൾ വേദനിക്കുന്നതിനാൽ അവൻ തിരിച്ച് അവളുടെ കവിളിൽ പിടിച്ചിട്ട് ഇത് സ്വപ്നമല്ല, എനിക്ക് വേദനിക്കുന്നുണ്ടെന്ന് പറയുന്നു. ശിവാഞ്ചി പെട്ടെന്ന് പിടിവിട്ടിട്ട് നാണക്കേട് കാരണം പുതപ്പ് വലിച്ചിട്ട് മുഖം മറയ്ക്കുന്നു. നിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കാനാണ് ഞാൻ വന്നത് എന്ന് റൻഷി പറഞ്ഞപ്പോൾ പുതപ്പ് മാറ്റാതെ തന്നെ ഞാൻ വേഗം വന്നേക്കാം എന്നവൾ പറയുന്നു. അവൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ബ്രഷ് ചെയ്യാൻ സമയത്ത് പേസ്റ്റ് തീർന്നതിനാൽ അവൾ പേസ്റ്റ് ചോദിച്ചുകൊണ്ട് റൻഷിയുടെ ബാത്റൂമിലേക്ക് ചെല്ലുന്നു. പേസ്റ്റും വാങ്ങി പോകാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ഒരുമിച്ച് ബ്രഷ് ചെയ്യാം എന്ന് റൻഷി പറയുന്നതിനാൽ അവൾ അവിടെ നിന്ന് ബ്രഷ് ചെയ്യാൻ തുടങ്ങുന്നു. അവൾ ബ്രഷ് ചെയ്യുന്ന രീതി കണ്ടപ്പോൾ ഇങ്ങനെയല്ല ബ്രഷ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് റൻഷി അവളുടെ പുറകിൽ ചെന്ന് നിന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് ബ്രഷ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. മുൻവശത്തെ പല്ല് തേക്കുമ്പോൾ ബ്രഷ് 90 ഡിഗ്രി പിടിച്ച് മുകളിലേക്കും താഴേക്കും വേണം തേക്കാൻ എന്നവൻ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. ശിവാഞ്ചിക്ക് ഈ നിൽപ്പ് വളരെ റൊമാൻറ്റിക്കായാണ് തോന്നിയത്. അവൾ വാ കഴുകി അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ ചുണ്ടിലിരിക്കുന്ന പേസ്റ്റും റൻഷി വളരെ റൊമാൻറ്റിക് രീതിയിൽ തുടച്ചു കൊടുക്കുന്നുണ്ട്. ജുൻജ സ്വന്തമായി ഒരു ലൈ ഡിറ്റക്ടർ ഒക്കെ ഉണ്ടാക്കി അത് ടെസ്റ്റ് ചെയ്യാനായി ലൂഷിയനെ വിളിക്കുന്നുണ്ട്. കൂട്ടത്തിൽ അവൻ്റെ വിഷമം കുറയ്ക്കാനായി ശിവാഞ്ചിയുടെ മോശം കാര്യങ്ങളെക്കുറിച്ച് പറയാമെന്നും അവൻ പറയുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എൻ്റേതൊരു വൺ സൈഡ് ലവ് ആയിരുന്നു. നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ ഇഷ്ടം അവരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാതെ അവരുടെ തീരുമാനങ്ങളെ അംഗീകരിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ ലൂഷിയൻ പറയുന്നുണ്ട്. റൻഷി പെട്ടിയിൽ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നത് കണ്ട് ശിവാഞ്ചി വിവരം തിരക്കിയപ്പോഴാണ് ബിസിനസ് ട്രിപ്പിന് ഡോങ്ഷിക്കൊപ്പം പോകുന്നുവെന്ന വിവരം അവൻ പറഞ്ഞത്. ഒരു ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടിയാണ് അവൻ അത്രയും സാധനങ്ങൾ എടുത്തു വെക്കുന്നതെന്ന് പിന്നീട് സംസാരിച്ചപ്പോഴാണ് അവൾ അറിയുന്നത്. ഇത്രയും ഒക്കെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ എന്നവൾ ചോദിച്ചപ്പോൾ ലൂഷിയൻ ട്രീറ്റ്മെൻറ്റ് നിർത്തിപ്പോയ വിവരം അവൻ പറയുന്നു. പരിചയമില്ലാത്ത സ്ഥലത്ത് പരിചയമില്ലാത്ത ആളുകളുമായി ഇടപഴകേണ്ടി വരുമ്പോൾ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതിനുള്ള മുൻകരുതലാണ് ഇതെല്ലാം എന്നവൻ പറയുന്നു. ശിവാഞ്ചിയും പാക്ക് ചെയ്യാൻ അവനെ സഹായിക്കുന്നുണ്ട്. സാധനങ്ങൾ എടുക്കുന്ന കൂട്ടത്തിലാണ് അവൻ ഡേറ്റിങ്ങിൻ്റെ നോട്ട്സ് കുറിച്ച് വെച്ച ഡയറി അവളുടെ കണ്ണിൽപ്പെട്ടത്. അവൾ ഒരു തുറക്ക വായിച്ച് അവനെ കളിയാക്കാൻ തുടങ്ങുന്നു. റൻഷി ഓടിച്ചെന്ന് ഡയറി തട്ടിപ്പറിക്കാൻ നോക്കിയെങ്കിലും അവൾ കൊടുക്കുന്നില്ല. അവസാനം അവൻ കിസ് ചെയ്യാനോണം മുഖമടുപ്പിച്ചിട്ട് അവളുടെ ശ്രദ്ധ തെറ്റിച്ച് ഡയറി കൈക്കലാക്കുന്നുണ്ട്. ഡയറി കിട്ടിക്കഴിഞ്ഞപ്പോൾ റൻഷി പിന്മാറുന്നു. ശിവാഞ്ചി ചെറുതായി നിരാശയാകുന്നു. വാങ്ഷിയൻ തൻ്റെ ഒരു ലൈവ് സ്ട്രീമിലൂടെ ഡോങ്ഷിയോടുള്ള ഇഷ്ടം പേരെടുത്ത് പറയാതെ സൂചിപ്പിക്കുന്നു. അവൻ ആ ഷോ കാണും എന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ഡോങ്ഷി അത് കാണുന്നുണ്ടായിരുന്നു. ഷോ കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞു, നിൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ ഞാൻ 10 മിനിറ്റ് സമയം തരികയാണ് എന്ന് പറഞ്ഞ് അവൾ അവനെ മെസ്സേജ് അയക്കുന്നു. ഡോങ്ഷി കുറേ ആലോചിച്ച ശേഷം വാങ്ഷിയനെ കാണാൻ തന്നെ തീരുമാനിച്ച് ഒരുങ്ങി ഇറങ്ങിയതാണ്. പക്ഷേ അവനെ കാത്ത് ഫ്ലാറ്റിന് മുന്നിൽ പോലീസ് നിൽക്കുന്നുണ്ടായിരുന്നു. മുമ്പ് വാങ്ഷിയാന് വെഞ്ചി ഉറക്കമരുന്ന് കൊടുത്ത ദിവസം ഡോങ്ഷി അവനെ അടിച്ചതിന് വെഞ്ചി പരാതി നൽകിയിരിക്കുകയാണ്. എന്ത് കാരണം കൊണ്ടാണ് ഡോങ്ഷി അടിച്ചത്, മറ്റാരുടെയെങ്കിലും പ്രേരണ ഉണ്ടായിരുന്നോ എന്നൊക്കെ പോലീസ് ചോദിച്ചപ്പോൾ എനിക്കിഷ്ടമില്ലാത്ത രീതിയിൽ സംസാരിച്ചപ്പോൾ ഞാൻ അടിച്ചതാണ് എന്നാണ് അവൻ പറഞ്ഞത്. വാങ്ഷിയാന് സംഭവവുമായി ബന്ധമുണ്ട് എന്ന് വെഞ്ചി പറഞ്ഞിട്ടുണ്ട് എന്ന് പോലീസുകാർ പറഞ്ഞെങ്കിലും അവൾക്കൊരു ബന്ധവുമില്ല, വെറുതെ അവളെ ഇതിലേക്ക് വലിച്ചിഴക്കേണ്ടായെന്ന് അവൻ പറയുന്നു. ഡോങ്ഷിക്ക് മുമ്പ് ക്രിമിനൽ റെക്കോർഡ് ഉള്ളതുകൊണ്ട് 7 ദിവസം ജയിലിൽ കഴിയേണ്ടി വരും എന്ന് പോലീസുകാർ അവനെ അറിയിക്കുന്നു. വാങ്ഷിയാനെ കൂടി ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ അവൻ ആ ശിക്ഷ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അവളെ ദ്രോഹിക്കാൻ കഴിയാത്തത് കൊണ്ട് അവൻ ശിക്ഷ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു. അതേസമയം ഡോങ്ഷിയുടെ റിപ്ലൈ പ്രതീക്ഷിച്ചിരിക്കുകയാണ് വാങ്ഷിയാൻ. അവൻ വരുമെന്ന പ്രതീക്ഷയിൽ അവൾ നന്നായി ഒരുങ്ങിയിരിക്കുന്നുമുണ്ട്. ഫോണിൽ ഓരോ മെസ്സേജ് വരുമ്പോഴും ഡോങ്ഷിയാണോ മെസ്സേജ് അയക്കുന്നതെന്ന് അവൾ പ്രതീക്ഷയോടെ നോക്കുന്നുണ്ടെങ്കിലും അവൾക്ക് നിരാശയാകേണ്ടി വരുന്നു. ഡോങ്ഷിക്ക് എന്തോ കാരണം കൊണ്ട് ബിസിനസ് ട്രിപ്പിന് വരാൻ കഴിയില്ല, ലീവ് പറഞ്ഞിരിക്കുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് ഓഫീസിൽ വരികയുള്ളൂ എന്ന് ഓഫീസിൽ നിന്ന് ആരോ റൻഷിയെ വിളിച്ച് പറയുന്നു. കാരണം അറിയാൻ ഡോങ്ഷിയുടെ ഫോണിൽ ട്രൈ ചെയ്തെങ്കിലും ഫോൺ കിട്ടുന്നില്ല എന്നും അവർ പറയുന്നു.
വിവരം പറഞ്ഞപ്പോൾ റൺഷിക്ക് തനിച്ചു പോകാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നറിയാവുന്നത് കൊണ്ട് വേണമെങ്കിൽ ഞാൻ കൂടി വരാം എന്ന് ശിവാഞ്ചി അവനോട് പറയുന്നു. അവൻ സന്തോഷത്തോടെ സമ്മതിക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ തന്നെ റൺഷിയും ശിവാഞ്ചിയും ട്രിപ്പിന് പുറപ്പെടുന്നു. വണ്ടിയിൽ റൺഷി ആദ്യം ഒരു പാട്ട് പ്ലേ ചെയ്തെങ്കിലും ശിവാഞ്ചിക്ക് അത് ഇഷ്ടപ്പെടാത്തതിനാൽ അവൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പ്ലേ ചെയ്യുന്നു. റൺഷിക്ക് അതിൽ പ്രശ്നമൊന്നുമില്ലായിരുന്നെങ്കിലും പാടുന്ന ആളിനെക്കുറിച്ച് കുറെ കുറ്റം പറഞ്ഞിട്ട് ഇതിനേക്കാൾ നന്നായി ഞാൻ പാടുമായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. ഇടയ്ക്ക് അവർ വഴിയരികിൽ ഒരിടത്ത് നിന്ന് ലഞ്ച് വാങ്ങി കഴിക്കുന്നു. ശിവാഞ്ചിയാണ് ഫുഡ് വാങ്ങി വന്നത്. വണ്ടിയുടെ ബാക്കിലാണ് അവർ കഴിക്കാനിരുന്നത്. അവൾ വാങ്ങി വന്ന ഫ്രൈഡ് ചിക്കനും ബർഗറും ഒന്നും കഴിക്കാൻ റൺഷിക്ക് തീരെ മനസ്സുണ്ടായിരുന്നില്ല. അറപ്പോടെ മാറിയിരുന്ന അവനെ ശിവാഞ്ചി നിർബന്ധിച്ചത് കഴിപ്പിക്കുന്നുണ്ട്. ബിസിനസ് ആവശ്യമെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നേരം ഒരുപാട് വൈകിയിരുന്നു. ഇവിടെ ചുറ്റി നടന്ന് കാണാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്ന് ഷിവാൻ പറഞ്ഞിരുന്നതാണ്. ഇത്രയും ലേറ്റായ സ്ഥിതിക്ക് ഇനിയും നടക്കില്ലല്ലോ, ഇനി എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ അത് കാണാം എന്ന് ശിവാഞ്ചി പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്കിവിടെ സ്റ്റേ ചെയ്യാം, നാളെ സ്ഥലമൊക്കെ കണ്ടിട്ട് മടങ്ങാം, മാത്രമല്ല ഉറക്കച്ചടവോടെ വണ്ടി ഓടിക്കുന്നതും റിസ്ക് ആണ് എന്ന് റൺഷി പറയുന്നു. ശിവാഞ്ചിയും അത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവർ താമസിക്കാൻ ഒരു ഹോട്ടൽ അന്വേഷിച്ച് പോകുന്നു. ഹോട്ടലിലെത്തി കഴിഞ്ഞപ്പോൾ ഇത് ശരിയാകുമോ എന്ന സംശയം ശിവാജിക്ക് ഉണ്ടാകുന്നുണ്ട്. നമുക്ക് തിരിച്ചു പോയാലോ എന്നവൾ ചോദിച്ചപ്പോൾ ഈ ഹോട്ടൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ഹോട്ടൽ അന്വേഷിക്കാം എന്നവൻ പറയുന്നു. ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്നവൾ പറഞ്ഞെങ്കിലും റൺഷി അത് കാര്യമാക്കാതെ അവളുടെ സ്യൂട്ട് കേസും വാങ്ങി മുന്നോട്ട് പോകാൻ തുടങ്ങുന്നു. സ്യൂട്ട് കേസിന് നല്ല ഭാരം തോന്നിയതിനാൽ നിനക്ക് ഒരുപാട് ലഗേജ് ഉണ്ടല്ലോ എന്നവൻ പറഞ്ഞപ്പോൾ സോറി പറയാൻ ഇടയാക്കുന്നതിനേക്കാൾ നല്ലത് സേഫ് ആയിരിക്കുന്നതല്ലേ എന്ന് മാത്രം അവൾ പറയുന്നു. അവൻ റൂം ബുക്ക് ചെയ്യാനായി പോയപ്പോൾ ഒരു മുറിയായിരിക്കുമോ എടുക്കുന്നത്, അത് ശരിയാകില്ല എന്ന് ചിന്തിച്ച് ശിവാജി ഓടിച്ചെന്ന് 2 മുറി വേണം, ഞങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലൊന്നുമല്ല, ഇതെന്റെ ബോസാണ് എന്നൊക്കെ റിസപ്ഷനിസ്റ്റിനോട് വിശദീകരിക്കുന്നു. റൺഷി അത് കേട്ട് ചിരിക്കുന്നുണ്ട്. മുറികൾക്ക് വൃത്തിയുണ്ടോ, എനിക്ക് പൊടി അലർജിയുള്ള കൂട്ടത്തിലാണ് എന്നും അവൾ ചോദിച്ചറിയുന്നു. വൃത്തിയുള്ള റൂമാണ് എന്ന് പറഞ്ഞാണ് അകത്ത് കയറിയതെങ്കിലും റൺഷി അകത്ത് കയറിയ ഉടൻ തന്നെ പെട്ടിയിൽ കരുതിയിരുന്ന ക്ലീനിങ് ഐറ്റംസ് ഉപയോഗിച്ച് അവിടെ ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷെ എത്ര വൃത്തിയാക്കിയിട്ടും അവന് തൃപ്തിയാകുന്നില്ല. അവസാനം അവൾ പുറത്തിറങ്ങി മുറിക്ക് വൃത്തി പോരാ, വേറെ റൂം വേണമെന്ന് പറഞ്ഞ് റിസപ്ഷനിസ്റ്റോട് വഴക്കുണ്ടാക്കാൻ തുടങ്ങുന്നു. ഞങ്ങളുടെ മുറികൾ ക്ലീനിങ്ങിൽ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളതാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്യാഷ് റീഫണ്ട് തന്നേക്കാം, വേറെ എവിടെയെങ്കിലും പോയി മുറി നോക്കിക്കോ എന്നവർ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ബഹളം കേട്ട് ശിവാഞ്ചി അവിടെ എത്തിയത്. അവൾ റിസപ്ഷനിസ്റ്റിനോട് സോറി പറഞ്ഞിട്ട് റൺഷിയെ പിടിച്ച് അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ബെഡിലെ വിരിപ്പൊക്കെ മാറ്റി അവൾ പെട്ടിയിൽ കൊണ്ടുവന്നിരുന്ന ഷീറ്റ് വിരിച്ചിരുന്നു. മാത്രമല്ല അവിടെ മുഴുവൻ അവൾ കൊണ്ടുവന്നിരുന്ന ക്ലീനിങ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് അവൾ വൃത്തിയാക്കുകയും ചെയ്തിരുന്നു. റൺഷി ആശ്വാസത്തോടെ ബെഡിലേക്ക് ഇരുന്നിട്ട്, അപ്പോൾ നിന്റെ പെട്ടി നിറയെ എനിക്ക് വേണ്ടിയുള്ള സാധനങ്ങളായിരുന്നു അല്ലേ, എന്നെക്കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ശിവാഞ്ചി അവൻ്റെ അടുത്തേക്ക് ചെന്ന് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, എനിക്കിതൊന്നും ഒരു പ്രശ്നമായി തോന്നുന്നതേയില്ല, ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ശീലങ്ങളാണ്, ഇനി മുതൽ ബോസിന് എവിടെ പോകണമെങ്കിലും ഞാനിതെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നു. അതിനുശേഷം അവൾ മറ്റേ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ റൺഷി അവളെ പിടിച്ചു നിർത്തിയിട്ട്, പലപ്പോഴും അല്ലേ നമ്മൾ പുറത്തെവിടെയെങ്കിലും പോകുന്നത്, നമുക്ക് ഒരുമിച്ചൊരു സിനിമ കണ്ടാലോ എന്ന് ചോദിക്കുന്നു. അവൾ സമ്മതിക്കുന്നതിനാൽ 2 പേരും കൂടി അവിടെ ഇരുന്ന് ഒരു സിനിമ കാണാൻ തുടങ്ങുന്നു. ഹൊറർ മൂവി ആയതിനാൽ റൺഷി പേടിച്ച് വിറച്ചിരുന്നാണ് കാണുന്നത്. പക്ഷേ ശിവാഞ്ചിക്ക് ഒരു കൂസലുമില്ല. നിനക്ക് പേടിയില്ലേ, സാധാരണ പെൺകുട്ടികൾക്ക് ഹൊറർ മൂവീസൊക്കെ പേടിയാണല്ലോ എന്നവൻ ചോദിച്ചപ്പോൾ ഇതിൽ പേടിക്കാൻ എന്തിരിക്കുന്നു എന്നവൾ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല TV-യിൽ നോക്കിയിരിക്കുന്ന റൺഷി അവൾ കളിയായി ഇടയ്ക്ക് പേടിപ്പിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. സിനിമ കഴിഞ്ഞപ്പോഴേക്കും അവൾ സോഫയിൽ നിന്ന് ഉറക്കം പിടിച്ചിരുന്നു. ദിവസം മുഴുവൻ എന്നെ കെയർ ചെയ്ത് നീ വല്ലാണ്ട് ടയേർഡായി കാണുമല്ലേ എന്ന് പറഞ്ഞ് റൺഷി അവളുടെ നെറ്റിയിൽ ഉമ്മ വെക്കുന്നു. അവൾ അപ്പോൾ ഉണരുന്നു. ഫോണിൽ സമയം നോക്കിയപ്പോൾ 3 മണിയായത് കണ്ട് നേരം ഒരുപാടായി, ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് അവൾ മറ്റേ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ റൺഷി അവളുടെ കയ്യിൽ കയറി പിടിച്ചിട്ട്, ആ മുറി ശരിക്കും ഭയങ്കര വൃത്തികേടാണ്, ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറയുന്നു. അത് ശരിയാകില്ല, ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിക്കോളാം എന്ന് പറഞ്ഞ് ശിവാഞ്ചി വീണ്ടും പോകാൻ തുടങ്ങിയപ്പോൾ റൺഷി അവളെ ബലമായി പിടിച്ച് സോഫയിലേക്ക് ഇരുത്തിയിട്ട് പോകരുതെന്ന് പറയുന്നു. ശിവാഞ്ചി എന്ത് വേണമെന്നറിയാതെ സംശയിച്ചിരിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ഫാമിലിയിൽ കഴിഞ്ഞ ദിവസം ബർത്ത്ഡേ ആഘോഷിച്ച ഏഞ്ചൽ മേരി ജോസഫിന് കൊറിയൻ മല്ലൂസ് ഫാമിലിയുടെ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക.